ഹലോ, ഞാൻ ലിപില്ലി. അപ്പോൾ മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ മരിച്ചു, വിട പറഞ്ഞു. അതായത് പുള്ളിയുടെ നില ഇന്ന് ഗുരുതരമായിട്ട് തുടരുന്നു എന്ന് പറഞ്ഞ് ഇത്രയും ദിവസം നേരം ടി വിയിൽ ഇതായിരുന്നു വാർത്ത കണ്ടിരുന്നത്. ഇപ്പോൾ 4:10 ആൾ മരിച്ചു. അപ്പോൾ മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ മരിച്ചു. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോണ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. എടാ നാറി വിനായക, നിന്നിങ്ങനെ തന്നെ പറയിക്കണം. എടാ നീ അന്ന് മറ്റേ ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ നീ എന്തിനാ പറഞ്ഞേ? നീ ഒരു ഡയലോഗൊക്കെ വലിയ ഇറക്കിയില്ലേ? അപ്പോൾ നിന്നോട് പറയാനുള്ള കാര്യം, ഇപ്പം മുഖ്യമന്ത്രി മരിച്ചു, അതായത് മുൻ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ മരിച്ചു. ഞങ്ങളാരും മുഖ്യമന്ത്രി ചത്തു എന്നല്ല പറയണേ, കേട്ടാ? അത് നീ മനസ്സിലാക്കണം. അത് പറയേണ്ട രീതിയിൽ പറയേണ്ട പോലെ പറയണം. അല്ലാണ്ട് മുഖ്യമന്ത്രി ചത്തു എന്നല്ല നമ്മൾ പറയണേ. ഇപ്പം നമ്മളിപ്പോൾ മാന്യമായിട്ട് പറയണേ മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ മരിച്ചു എന്ന്, അങ്ങനെയാണ് പറയണ്ടേ. അല്ലാണ്ട് നീ അന്ന് പറഞ്ഞ പോലെയല്ല. അത് നിനക്ക് എന്തിൻ്റെ പേരിലായാലും നീ അത് പറഞ്ഞാലും ശരിയായില്ല. അതൊന്നും നിനക്ക് അറിയിക്കാൻ വേണ്ടി തന്നെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ്, അതായത് ഒരു മാന്യമായ രീതി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. അത് മുൻ മുഖ്യമന്ത്രി മരിച്ചു അങ്ങനെ പറയണ്ട. അത് കാരണം ടി വിയിലായാലും അങ്ങനെ തന്നെയാണ്. അല്ലാണ്ട് നീ അന്ന് പറഞ്ഞത് കുറച്ച് ഡയലോഗായിപ്പോയി. അതാണ് ഒരു എന്തെങ്കിലും. ഇപ്പോൾ ഇപ്പോൾ ഈ ആരുടെ മരണം കണ്ടാലും എനിക്കിപ്പോൾ ഓർമ്മ ഉണ്ട് നിൻ്റെ അന്നത്തെ ഡയലോഗ് തന്നെയാണ്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ വന്നത്. 4:10 പുള്ളി മരിച്ചു, വി.എസ്. അച്യുതാനന്ദൻ. പോട്ടെ. ഇപ്പോൾ വി.എസ്. അച്യുതാനന്ദനെ കാണാൻ വേണ്ടി മറ്റേ പിണറായി വിജയനൊക്കെ വന്നു. അതൊന്നും ഞാൻ പറയല്ല, അതിലേക്കൊന്നും ഞാൻ പോകല. എന്തായാലും എനിക്ക് പുള്ളിനെ കുറിച്ച് യാതൊരു ഡീറ്റെയിലും എനിക്കറിയില്ല. കാരണം മുൻ മുഖ്യമന്ത്രിയാണ് വി.എസ്. അച്യുതാനന്ദനാണ്. പുള്ളിയുടെ കുറേ ഇതൊക്കെ, അതായത് ശരിക്കും ഞാൻ കണ്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇല്ല, ഒന്നും പറയാനില്ല. എന്തായാലും എനിക്ക് പുള്ളിനെ അത്ര വലിയ പരിചയമൊന്നുമില്ല. കാരണം നമ്മളൊക്കെ ഇതിലേക്ക് വരുന്ന മുമ്പുള്ളതാണ്. അപ്പോൾ പിന്നെ നമുക്ക് വലിയ പരിചയമൊന്നുമില്ല. എന്തായാലും അറിയാം മുൻ മുഖ്യമന്ത്രിയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് അറിയായിരുന്നു, അത്ര തന്നെ. എന്തായാലും മുൻ മുഖ്യമന്ത്രി വി.എസ്. വിട പറഞ്ഞു. നഷ്ടമായത് മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ. SUT ആശുപത്രി ചികിത്സയിലേക്ക്. SUT അതെവിടെയാണോ അറിയാൻ പാടില്ല. എന്തായാലും ഇതിപ്പോൾ ഞാൻ മെയിനായിട്ട് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഇതൊക്കെ തന്നെയാണ്. അതായത് അന്നത്തെ വിനായകൻ്റെ ആ വർത്താനം എനിക്ക് ഇപ്പോഴും ഒന്ന് മനസ്സിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് പറഞ്ഞു എന്നുള്ളൂ. തെറ്റായെങ്കിൽ ക്ഷമിക്കുക, അത്ര തന്നെ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാണെങ്കിൽ വി.എസ്. അച്യുതാനന്ദൻ 102 വയസ്സായില്ലേ. പുള്ളിനെ ഈ ലാസ്റ്റ് നിമിഷത്തിൽ പുള്ളിനെ മനസ്സമാധാനമായിട്ടൊന്ന് മരിക്കാൻ അനുവദിക്കണമായിരുന്നു. കാരണം പോയ ജീവനെ പോവാറായ എങ്ങനെ പോയെന്ന് പറഞ്ഞാൽ, കാരണം ഇത്രയും ഇത് നൽകി പുള്ളിയുടെ ശരീരത്തിന് ഇത്രയും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും നൽകി പുള്ളിയുടെ ശരീരത്തിന് ഇങ്ങനെ ദ്രോഹിക്കരുതായിരുന്നു. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. കാരണം 102 വയസ്സെന്ന് പറഞ്ഞാൽ ചില്ലറ പ്രായമൊന്നുമല്ലല്ല. ഇപ്പോൾ കേരളത്തിൽ എങ്ങനെ പോയാലും ഒരു 80 വയസ്സ് വരെയാണ് മാക്സിമം ഒരു ശരാശരി മനുഷ്യായുസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ 102 വർഷം എന്ന് പറഞ്ഞാൽ പിന്നെ 22 വയസ്സ് കൂടുതൽ കിട്ടി. അപ്പോൾ പിന്നെ അതിൻ്റേതായ ഇതുണ്ടാവും. പോട്ടെ. എന്തായാലും മുൻ മുഖ്യമന്ത്രി വി.എസ്. വിട പറഞ്ഞു. അതായത് അച്യുതാനന്ദൻ മരിച്ചു. അപ്പോൾ വേറെ ഒന്നും മരണം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ. തിരുവനന്തപുരത്താണ് ആശുപത്രി. ഓക്കെ. അപ്പോൾ ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതായത് വന്ന വഴി തന്നെ ഞാൻ പറഞ്ഞെന്നുള്ളൂ. എന്തായാലും വിനായകനോട് പറയാനുള്ളത്, വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക ഇനിയെങ്കിലും, അത്രേ ഉള്ളൂ.